ഇറാനിലെ പ്രക്ഷോഭം ആളിപ്പടരുകയാണ്. ഇറാൻ റിയാലിൻ്റെ തകർച്ചയും നാണ്യപ്പെരുപ്പവും മൂലം ഇറാനിൽ ആരംഭിച്ച ഈ ജനകീയ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മരിച്ചവരുടെ എണ്ണം 600-ലേക്ക് അടുക്കുകയാണ് എന്നാണ് അമേരിക്കൻ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തെ 31 പ്രവിശ്യകളിലെ 180 നഗരങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിച്ചു കഴിഞ്ഞു. പലയിടങ്ങളിലും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം വെടിവയ്പ് അടക്കമുള്ള കടുത്ത മുറകൾ പ്രയോഗിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തലയിൽ വെടി ഏറ്റാണ് പലരുടെയും മരണം ഉണ്ടായിരിക്കുന്നത്. 10,000-ൽ കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇറാനിൽ ഇൻ്റർനെറ്റ്, ടെലിഫോൺ ബന്ധങ്ങളെല്ലാം സർക്കാർ കട്ടാക്കിയിരിക്കുകയാണ്. അതേസമയം ഇറാനിലെ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി ലോകമെമ്പാടും മാർച്ചുകളും അരങ്ങേറുന്നുണ്ട്. ലണ്ടൻ, പാരീസ്, ഇസ്താംബുൾ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധ മാർച്ചുകൾ അരങ്ങേറുന്നത്. ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നതോടെ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യയും. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തുന്നത് തുടർന്നാൽ അമേരിക്ക ഇനി നോക്കി നിൽക്കില്ല എന്നും ഇറാനിൽ ആക്രമണം നടത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതിനായി തങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും മേഖലയിലെ അമേരിക്കൻ സൈനികർ ഇതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുകയാണെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇറാനിൽ അമേരിക്കൻ സൈനിക ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചതോടെ ഇസ്രയേലും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് ആദ്യം ഇസ്രയേലിലായിരിക്കും. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഇസ്രയേലും കൈക്കൊള്ളുന്നുണ്ട്. എന്നാൽ അമേരിക്ക ആക്രമിച്ചാൽ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞ് ആയത്തുള്ള ഖമനേയും രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധക്കാരെ ഇറാനിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായ ദൈവത്തിൻ്റെ ശത്രുക്കളായി കണക്കാക്കുമെന്നാണ് ഇറാൻ അറ്റോർണി ജനറൽ മുഹമ്മദ് ഒമാവാഹെദി പറയുന്നത്. ഈ പ്രതിഷേധക്കാർക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന നിലപാടിലാണ് ആയത്തുള്ള ഖമനേയി. 1980-ൽ അന്തരിച്ച ഇറാൻ്റെ മുൻ രാജാവ് ഷാ മുഹമ്മദ് റസ പഹ്ലവിയെ പിന്തുണച്ച് ഈ പ്രക്ഷോഭകർ മുദ്രാവാക്യം മുഴക്കിയതും രാജാവിൻ്റെ മകൻ റസ പഹ്ലവി പ്രതിഷേധം തുടരാൻ ആവശ്യപ്പെട്ടതും ഖമനേയും കൂട്ടരെയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടെ ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയും ഉയർത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് നേരെയുള്ള ഏത് ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ്റെ മുന്നറിയിപ്പ്. കൂടാതെ ഇസ്രായേലും അറബ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങളുമാകും ലക്ഷ്യമിടുകയെന്നും സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖാലിബാഫ് പാർലമെൻറ്റിൽ പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പാർലമെൻറ്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ഖാലിബ. വിട്ടുകൊടുക്കില്ല, ഒരടി പോലും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഇതുവരെ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ഭരണകൂടം. നേരത്തെ ഡൊണാൾഡ് ട്രംപിനെ ബന്ദിയാക്കുമെന്നൊരു ഭീഷണിയും കൂടെ ഇറാൻ ഉയർത്തിയിരുന്നു. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനായ ഹസൻ റഹീംപൂർ അസ്ഗാദിയാണ് ഈ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നത്. വെനിസ്വേലയുടെ മുൻ നേതാവ് നിക്കോളാസ് മഡ്യൂറോയോട് പെരുമാറിയ അതേ രീതിയിൽ തന്നെ ഇറാൻ ട്രംപിനോടും പെരുമാറുമെന്നും വേണ്ടിവന്നാൽ ട്രംപിനെ ബന്ദിയാക്കി ഇറാനിൽ എത്തിക്കുമെന്നാണ് ഭീഷണി മുഴക്കിയത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അഹങ്കാരത്തിന് മറുപടി ലഭിക്കുമെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയും നേരത്തെ പറഞ്ഞിരുന്നു. ട്രംപ് ലോകം മുഴുവൻ തൻ്റെ അഹങ്കാരം കാണിക്കുകയാണ്. ഇത്തരത്തിലുള്ള അഹങ്കാരികളായ നേതാക്കൾക്ക് ആഴത്തിലുള്ള വീഴ്ച തന്നെ ഉണ്ടാകും. സ്വേച്ഛാധിപതികളെയും അഹങ്കാരികളായ ഭരണാധികാരികളെയും അവരുടെ അധികാരത്തിൻ്റെ ഉന്നതിയിൽ ഇരിക്കുമ്പോൾ തന്നെ താഴെ ഇറക്കിയതായാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ട്രംപിനും ഇതേ രീതിയിൽ കനത്ത ശിക്ഷ നേരിടേണ്ടി വരും. ആ പതനം അനിവാര്യമാണെന്നും ഖമനേയി പറഞ്ഞിരുന്നു.